യാ കേരള കേരള. അത് പൊളിച്ച് അങ്കമാലി തൃശ്ശൂർ പൊളി. ഒരു കശ്മീർ താഴ്വരയാണ് കാശ്മീരല്ലത്. കാശ്മീരൊക്കെ ഹിമാലയത്തിൽപ്പെട്ടാണല്ലോടാ. മൂന്നാറ് സഖ്യപർവ്വതത്തിൽപ്പെട്ടാണെന്ന് പറഞ്ഞ പോലെയാണ് കാശ്മീർ ഹിമാലയത്തിൽപ്പെട്ടാണെന്ന് പറയുന്നത്. അപ്പോൾ കാശ്മീർ താഴ്വരയിലാണ് നമ്മൾ, അതായത് ഹിമാലയത്തിൽപ്പെടുന്ന ഒരു സ്ഥലം. ഗുഡ് മോർണിംഗ് ഗൈസ്. ഞങ്ങളപ്പോൾ ഇങ്ങനെ നമ്മുടെ ചിക്കാര റൈഡ് വെളുപ്പിനെ എനിക്ക് പോകാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. സുബഹ് സൺറൈസൊക്കെ കണ്ട് ചിക്കാറൈസ് കാണാൻ വേണ്ടി പോകാൻ പോയതാണ്. അപ്പോഴാണ് ഇവിടെ കണ്ടത് പട്ടാളക്കാർ റോഡ് മുഴുക്കം ബന്ദ് ചെയ്തേക്കാണ്. എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മാരത്തോൺ റണ്ണിങ് നടക്കാണ്. സിനിമാളന്മാരെ സെലിബ്രിറ്റികളുടെ ഈ ഘാട്ടിൻ്റെ സൈഡിൽ കൂടെയുള്ള മാരത്തോൺ റൈഡ്. ഇസ്ലിയെ നമ്മളെ ബന്ധിക്കുക അതാണ് ഞങ്ങളുടെ റൂമിലേക്ക് തന്നെ പോകേണ്ടതിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഇന്ന് കാലത്ത് ഗുൽമാർഗ് പിടിക്കുകയാണ്. ശേഷം ഞങ്ങൾ രാത്രിയും വൈകിട്ട് ശിക്കാര റൈഡ് നടത്തും. ശംക്കും ഓരോ പണികൾ വരുന്ന വഴികളെ അങ്ങോട്ട് പോകാൻ സമ്മതിക്കുന്നില്ല. കണ്ടോ, അവിടെയാണ് ബോട്ടിങ്. പക്ഷെ അവിടേക്ക് നമ്മൾ പോകാൻ അനുവദിക്കില്ല. കംപ്ലീറ്റ് ലാസ്റ്റ് ബന്ധേ ഞങ്ങൾ എല്ലാം പ്ലാൻ ചെയ്ത ഒരു ബായോട് വരാനൊക്കെ പറഞ്ഞിരുന്നതാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഇവിടെ വെച്ച് വേറെ 2 മലയാളി കൂട്ടുകാരെ കൂടി കിട്ടിയിട്ടോ. അവരും ശരിക്കും പറഞ്ഞാൽ ഇന്ന് പെട്ടുപോയി. കാരണം ഇവിടെ ഇന്നലെ തുടങ്ങി പറയുന്നതായിരുന്നു, ഇവിടെ ഈ മാരത്തോണിൻ്റെ ഭാഗമായിട്ട് സെലിബ്രിറ്റികളെല്ലാവരും കൂടി ഈ ഘാട്ടുകളിൽക്കൂടെ, അതായത് ഈ ദാൽ തടാകത്തിൻ്റെ ഒരു 10-14 ഘാട്ടുള്ളൊരു സ്ട്രെയിറ്റ് വേ ഉണ്ട് ഈ തടാകത്തിനോട് ചേർന്ന് തന്നെ. ആ റൂട്ടിലൂടെ അവർ റേസ് നടത്തുന്നുണ്ട്. എന്തോ ധനസമാഹരണമോ അല്ലെങ്കിൽ പാട്രിയോട്ടിക്സത്തിൻ്റെ ഭാഗമായിട്ടോ മറ്റോ ആണ്. പക്ഷേ ഇതിപ്പോൾ നമുക്ക് കിട്ടിയാണ് കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല ഈ ഗലികളിൽ നിന്നും ഈ തെരുവുകളിൽ നിന്നും. അപ്പം ഞങ്ങൾ ശരിക്കും ലോക്കായി പോയി. ഞങ്ങളപ്പോൾ ഇന്ന് ഗുൽമാർഗിലേക്ക് പോകാനാണ് തീരുമാനിച്ചത്. പക്ഷേ ഗുൽമാർഗിലേക്ക് പോകാനൊരു വഴിയില്ല. ഗുൽമാർഗ് और बहुत गए और बहुत गए उधर नहीं है जाएगा. आप कहाँ से आगे गए? हम लेग साइड में चर्च के इधर से मिलता है तो अच्छा है. इधर यहाँ से चढ़ेगा नहीं, चढ़ेगा जो. അപ്പോൾ ലോക്കൽസിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറയണത് ഇതിലൊന്നും പോകാൻ പറ്റില്ല, വേറൊരു വഴിയില്ല. കാരണം ഇത് ഏത് സൈഡിൽ കൂടെ ചെന്നാലും സർക്കാർ ഓഫീസുകളും അതുപോലെ മിലിറ്ററി പോയിന്റുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ ഒരു ദാൽ തടാകത്തിൻ്റെ തീരത്തേക്കൂടെയുള്ള വഴിക്കടെ മാത്രമേ നമുക്ക് ഗുൽമാർഗിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറയണേ. ഒരു കണക്കിന് നമുക്ക് പറ്റുന്ന ഇത്തരം അബദ്ധങ്ങൾ അല്ലെങ്കിൽ അമളികൾ അല്ലെങ്കിൽ നമ്മൾക്കുണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ വളരെ അഡ്വാൻറ്റേജ് ആയിട്ടാണ് ഞാൻ കാണാറ് യാത്രയിൽ. കാരണം അതുകൊണ്ടാണ് ഈ ലോക്കൽ വഴിയിലൂടെ നമുക്ക് ഫ്രീഡത്തോടുകൂടി പോകാൻ പറ്റുന്നത്. അതല്ലാതെ ഈ വഴിക്ക് വന്നാൽ ഇവർ ചോദ്യം ചെയ്യും, മറ്റുള്ള കാര്യങ്ങൾ കുറച്ച് റെസ്ട്രിക്റ്റഡ് ഭാഗങ്ങളൊക്കെയാണ്. ഇവിടുത്തെ ആളുകൾ അറിയാലോ, ഇവിടുത്തെ ആളുകൾ മാത്രമല്ല ഇവിടുത്തെ സാഹചര്യം അറിയാലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ചോദ്യം ചെയ്യപ്പെടാം. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ലോക്കൽസൊക്കെ നമ്മളോട് സപ്പോർട്ടിങ് ആയിട്ട് അവർ വഴി പറഞ്ഞു തന്നു, ഈ ഗലിക്കടെ പോയാൽ മതി, ഇതിലെ പോയാൽ മതി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാശ്മീരിൻ്റെ ആളുകൾ ജനം ഇങ്ങനെ തിങ്ങി പാർക്കുന്ന ഈ ഗലികളുടെ ഇടയിലൂടെയൊക്കെ ഇങ്ങനെ സഞ്ചരിക്കാനായിട്ടൊരു ഭാഗ്യം ലഭിച്ചു. അപ്പോൾ ഞങ്ങൾ ഇതിലെ പോയിട്ട് ഈ ദാൽ തടാകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പ്രദേശമാണ്. ചോദിക്കണോ ഭയ്യാ ഗുൽമാർഗ് जाने के लिए सीधा. അപ്പോൾ അതിലൂടെ നമ്മൾ പോയി ഈ വേറൊരു വശത്ത് ചെല്ലണം. എന്നാൽ മാത്രമാണ് ഈ ശ്രീനഗറിൽ നിന്ന് പുറത്തെടുക്കാൻ പറ്റുള്ളൂ. ശ്രീനഗറിൽ നിന്ന് പുറത്ത് കിടന്നാലാണ് ഗുൽമാർഗിലേക്ക്. ഗുൽമാർഗ് ഇവിടുന്ന് ഒരു 10-40 കിലോമീറ്റർ ഒരു ഭയങ്കര ഹൈറ്റുള്ള ഏരിയയാണ്. സർ ഗുൽമാർഗ് जाने के लिए
ഇവിടെ മൊത്തം വഴി അടച്ചു വെച്ചേക്കാം കേട്ടോ. ഞങ്ങൾക്ക് ഒന്നും മനസ്സിലാവണില്ല, കാരണം ഇത് എന്താ സംഭവിക്കണേന്ന് മനസ്സിലാവില്ല, അത്രയ്ക്ക് റെസ്ട്രിക്ഷൻ. പിന്നെ പെട്ടെന്ന് അത് ഓപ്പണാക്കി, അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇത് വേറൊരു വണ്ടിയോ ആംബുലൻസോ മറ്റു കാര്യങ്ങൾ പോകാൻ വേണ്ടി ആളുകളെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാറുണ്ട്. പിന്നെ ഞങ്ങൾ റോട്ടിൽ കയറിയിട്ട് യാത്ര തുടങ്ങി കേട്ടോ. പിന്നെ വഴി ചോദിക്കാൻ വേണ്ടി ഞങ്ങൾ പതുക്കെ സ്ലോ ആക്കിയപ്പോൾ ചാടി ഒരാൾ ബാക്കിൽ കയറി, ഏതൊരു ഓഫീസറോ മറ്റാണെന്ന് തോന്നുന്നു. പുള്ളി വിചാരിച്ച് ലിഫ്റ്റ് തരാനായിട്ട് വണ്ടി സ്ലോ ആക്കിയതാണ്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ വഴി ചോദിക്കാൻ വേണ്ടി വണ്ടി സ്ലോ ആക്കിയതാണ്. ഇതിപ്പോൾ ആരാ അവൻ്റെ പുറകിൽ കയറിയതൊന്നും ഞങ്ങൾക്കൊരു ധാരണയില്ല കേട്ടോ. അങ്ങനെ പോവാണ് ഒരു രണ്ടും കൽപ്പിച്ച് ഈ വഴിയിലൂടെ. ഇതിലൂടെയൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് നമുക്ക് ആളുകളോട് ഇടപഴകാനും മറ്റും സാധിക്കുള്ളൂ. കാരണം ചിരിച്ച് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനോട് ഒരുമിച്ച് അങ്ങോട്ട് താതാത്മ്യപ്പെട്ട് പോവാണ്. പിന്നെ ബാക്കി എന്താ സംഭവിക്കുന്നത് നമുക്കറിയാൻ പറ്റില്ല. അപ്പം ഞങ്ങളിങ്ങനെ ഈ പഴയ ബിൽഡിങ്ങുകളും പഴയ രീതിയിലുള്ള കുറേ നഗരത്തിൻ്റെ ഭാഗങ്ങളുള്ള, അതായത് ഒരു ഓൾഡ് ഏരിയ ആയിക്കട്ടെ. അപ്പോൾ ഈ മസ്ജിദും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഒരുപാട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മസ്ജിദുകളൊക്കെ ഉള്ള വഴിയിലൂടെയാണ് പോയിട്ടിരിക്കുന്നത് കേട്ടോ. ഞങ്ങളങ്ങനെ ഗുൽമാർഗിലേക്ക് പോയിട്ടിരിക്കാം കേട്ടോ. നമ്മൾ വിചാരിച്ച തണുപ്പൊന്നുമല്ല കേട്ടോ, ഹെവി തണുപ്പ്. ഈ വെയിൽ കാണുന്നുണ്ടെങ്കിലും വണ്ടി ഓടിക്കുമ്പോൾ കൈയുടെയൊക്കെ പരിപ്പെടുത്ത് കൈയൊക്കെ കണ്ടോ, മരച്ചിലെ കാരണന്മാരെ കൈ പോലെ മൂക്കൊക്കെ ഒലിച്ചിട്ടിരിക്കുകയാണ്. ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ 2 മലയാളികളെ വേറെ പരിചയപ്പെട്ടു. ഞാൻ അങ്കമാലിക്കാരൻ എറണാകുളം, എൻ്റെ കൂടെയുള്ള ജിതിൻ പത്തനംതിട്ട. അപ്പോൾ അതുകൂടാതെ ഇപ്പം ഞങ്ങൾ തിരുവനന്തപുരത്ത് മലപ്പുറത്തുള്ള 2 ഫ്രണ്ട്സ്. ഞങ്ങളങ്ങനെ ഗുൽമാർഗ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്കേണ്ട കാഴ്ച കേട്ടോ, അടിപൊളി വ്യൂ അല്ലേ. അപ്പോൾ താഴത്തെ വീടുകൾ ഇപ്പോഴൊന്നും ഇവിടെ മഞ്ഞ് വീണല്ലോ കേട്ടോ. ഞങ്ങൾ പോകുന്ന ഗുൽമാർഗിൽ ഫുള്ള് മഞ്ഞ് വീണ കാര്യമുള്ളൂ. ഞങ്ങൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരമായിട്ട് എന്തായാലും താഴത്തെ വീടുകളൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ താഴെക്കാലത്ത് താങ്മാർഗ് എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു ഏരിയ ഉണ്ടോ, ഗുൽമാർഗിൻ്റെ താഴ്വരയായിട്ട് വരും. ശരിക്കും ഗുൽമാർഗ് ഒരുപാട് ഹൈറ്റാണ്. അപ്പോൾ ഇവിടെയാണ് കൂടുതലും ആപ്പിൾ കൃഷികൾ, ആപ്രിക്കോട്ട്, അതുപോലെ വാൾനട്ട്, അങ്ങനെയുള്ള ഒരുപാട് കൃഷിയിടങ്ങളൊക്കെ ഈ ഭാഗത്താണ്. ഇവിടെ ആളുകൾ ഒരുപാട് തിങ്ങി നിറഞ്ഞ് താമസിക്കുന്ന സ്ഥലം കൂടിയാണ് കേട്ടോ. ഇവിടെയാണ് ഫാമുകളൊക്കെ ഉള്ളത്. നമുക്കിവിടെ സ്റ്റേ ഒക്കെ, റിസോർട്ട്, അതുപോലെ ഹോം സ്റ്റേകൾ, ലോഡ്ജുകൾ, എല്ലാ സംവിധാനങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടും കേട്ടോ. അത് അടിപൊളി ഒരു ഏരിയ ആണ്. അപ്പോൾ ഞങ്ങൾ വീണ്ടും മുകളിലേക്ക് കയറാണ്. അങ്ങനെ ഹൈറ്റിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. ഇവിടെ ഇങ്ങനെ തങ്മാർഗിൻ്റെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലൂടെ ഇങ്ങനെ പോണ സമയത്ത് ഞങ്ങൾക്ക് 3-4 സ്ഥലത്ത്, അതായത് ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഇവിടെ വരെ വന്നിട്ട് ഇവിടെ മാത്രമാണ് നമ്മുടെ കശ്മീരി പോലീസുകൾ മാത്രമാണ് ഞങ്ങൾ തടഞ്ഞു നിർത്തിയിട്ടുള്ളൂ കേട്ടോ. ഇതുവരെ വേറൊരു പോലീസോ ഒരു ലൈസൻസ് ചോദിച്ചോ അങ്ങനെ ഒരു പേപ്പർ കാണിക്കാനോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവിടെ വന്നിട്ട് ഞങ്ങളെ തടഞ്ഞു നിർത്തി. ഞങ്ങളുടെ വണ്ടിമേ നമ്പർ പ്ലേറ്റുമേ IND ഇൻഡ് എന്നുള്ള ആ ഒരു സീലിംഗ് ഉണ്ടല്ലോ, ആ ബ്രാൻഡിങ്, ആ സംഭവം ഇല്ല എന്നൊറ്റ കാരണത്താൽ അവർ കോടതിയിലേക്ക് വിടും, പേപ്പർ വരും, അത് ഇതൊക്കെ പറഞ്ഞു. പിന്നെ അവരുടെ ഉദ്ദേശം കൈക്കൂലി തന്നെയാണ്. ഏത് സ്ഥലത്തും പോലീസുകാർ കൈക്കൂലിയുള്ളൂ. അങ്ങനെ അവസരം ഒരു 500 രൂപ അവർ പെറ്റിയടിച്ച് എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് തന്നു. ഇനിയിപ്പോൾ നമ്മളിത് ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ. ഗുൽമാർഗ് ഒരു ഫോറസ്റ്റ് ഏരിയ ആണെന്ന് തോന്നുന്നു, അതായിരിക്കാം ഇവിടെ ചെക്ക് പോസ്റ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെയും ഞങ്ങളുടെ നിന്ന് 20 രൂപ പാർക്കിങ്ങിനോ അവിടേക്ക് എൻട്രി ഫീസോ അങ്ങനെ എന്തോ പറഞ്ഞ് മേടിച്ചു കേട്ടോ. എവിടെ തിരിഞ്ഞാലും ചെറിയ ചെറിയ കാശുകളാണെങ്കിലും എപ്പോഴും ഒരു റെസിപ്റ്റിവിറ്റി ആയിട്ട് ആളുകൾ ഇങ്ങനെ നിൽക്കണ്ടാവും. വേറെ ചെക്കിങ് പേര് കാര്യങ്ങൾ എഴുതലോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ചിലപ്പോൾ ഇവിടെ ക്യാമറയും കാര്യങ്ങളുള്ളതുകൊണ്ട് നമ്മുടെ വണ്ടിയുടെ നമ്പറും കാര്യങ്ങളൊക്കെ അവിടെ അവർ നോട്ട് ചെയ്തുണ്ടാവും. അല്ലാതെ നമ്മൾ മറ്റുള്ള ചെക്ക് പോസ്റ്റുമാർ നമ്മൾ പോയി എഴുതി ഒപ്പിട്ട് കൊടുത്ത് പോവുക അങ്ങനെയുള്ള സിസ്റ്റം ഒന്നും ഇവിടെ ഉണ്ടായില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കശ്മീർ വന്നിട്ട് കശ്മീരിൻ്റെ ഒരു സൗന്ദര്യം, ഒരു വാലി സൈഡ് അല്ലെങ്കിൽ പൈൻ മരങ്ങളും അതുപോലെ തന്നെ ഇലയൊക്കെ പഴുത്ത് നല്ല കളർഫുള്ളായിട്ടുള്ള കാടൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ വെച്ചാൽ അങ്ങനെ കേരളത്തിൽ നിന്നും കാശ്മീർ വരെ ഓടിയെത്തിയിട്ട് ഗുൽമാർഗ് ഹിൽ സ്റ്റേഷനിലേക്ക് പോയിട്ടിരിക്കുകയാണ്. ഐ ആം പ്രൗഡ് ഓഫ് യു ബൈ ബോയ്.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ താഴ്വരയിലൂടെ വണ്ടി ഓടിക്കുന്ന ഒരു സ്വർഗീയ അനുഭൂതി തന്നെ കേട്ടോ. നമ്മുടെ ഭൂമിയിലെ സ്വർഗം എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ അന്വർത്ഥമാക്കുന്ന ഒരു ഏരിയ കൂടിയാണ് നമ്മുടെ ഈ താഴ്വര. ഈ ഗുൽമാർഗ് ഭാഗങ്ങളൊക്കെ കാശ്മീരിൻ്റെ ഏറ്റവും ഭംഗിയുള്ളൊരു ഭാഗമാണ്. ഈ മരങ്ങളൊക്കെ ഇങ്ങനെ പൂത്ത് നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമ്മർ കഴിഞ്ഞൊരു ഓട്ടമൊക്കെ ആവുന്ന സമയത്താണ് ഇങ്ങനെ പൂത്ത് പിന്നെ കൊഴിയ സ്പ്രിങ്. പക്ഷേ ഇപ്പോഴും ആ സ്പ്രിങ് സീസൺ കഴിഞ്ഞ് വിൻ്റർ ആവാറായിട്ടും പല മരങ്ങളും ഇങ്ങനെ കളർഫുള്ളായിട്ട് അവിടെ നിൽക്കണേ. ഈ താഴ്വരകളുടെ ഈ തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ അറിയാലോ, വെർട്ടിക്കൽ ട്രീസ് ആയിരിക്കും കൂടുതൽ. അപ്പോൾ ഇങ്ങനെ ആ വെർട്ടിക്കൽ ട്രീസൊക്കെ ഇങ്ങനെ ഹൈറ്റിൽ നിൽക്കുന്നതിൻ്റെ ഇടയിലൂടെ നമ്മളിങ്ങനെ ഈ ടാറിങ് റോഡ്, ഈ മല ചുറ്റിയിട്ടുള്ളൊരു അരഞ്ഞാണം പോലത്തുള്ള ഈ ടാറിങ് റോട്ടിൽ നമ്മൾ ഈ ബുള്ളറ്റ് ഇങ്ങനെ ഓടിച്ച് ആ സൗണ്ടിൽ ഇങ്ങനെ പോകാൻ വേണ്ടില്ല, ഒരു മ്യൂസിക് പോലും വേണ്ട, അത്രയ്ക്ക് കാം സൂതിങ്ങായിട്ട് നമുക്ക് റൈഡ് ചെയ്ത് പോകുമ്പോൾ കിട്ടുന്നൊരു സ്വർഗീയ അനുഭൂതിയുണ്ട്. അതും അനുഭവിച്ചുകൊണ്ടിരിക്കാണ്ട് ഇപ്പം ഞാൻ ഭയങ്കര ഫീലാണ് ഈ താഴ്വരയിലൂടെ ഈ മെഡോസിൻ്റെ ഇടയിലുള്ള ഈ വെർട്ടിക്കൽ ട്രീസും അതിൻ്റെ ഇടയിലൂടെയുള്ള ഈ റൈഡും ഞാൻ കുറച്ച് നേരം ഒന്ന് മനസ്സറിഞ്ഞ് ആസ്വദിക്കും. സുഹൃത്തുക്കളെ, നമ്മൾ ഈ താഴെ കാണുന്ന കേട്ടോ ഗുൽമാർഗിൻ്റെ അടിവാര കാഴ്ചകളാണത്. അപ്പോൾ നമ്മൾ ഗുൽമാർഗിന് ഒരു 4-5 കിലോമീറ്റർ താഴെയുള്ളൊരു വ്യൂ പോയിൻറ്റിലാണ്. ഹെവി ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതാണ് നമ്മുടെ ഓക്കെ ഇങ്ങനെ റൂട്ടിൽ ഗുൽമാർഗ് की पहाड़ों में ഇതൊരു ഫോട്ടോ പോയിൻ്റ് കൂടിയാണെന്ന് തോന്നുന്നു കേട്ടോ. എല്ലാ വണ്ടിക്കാരും നിർത്തി, ട്രാവലറും എല്ലാം യാത്രക്കാരും നിർത്തിയിട്ട് ഫോട്ടോ കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിനി അവിടെ നിന്ന് വീണ്ടും ഒരു 5-6 കിലോമീറ്റർ കൂടി ഉണ്ട് ഗുൽമാർഗ് നമ്മുടെ സെൻട്രൽ പോയിൻറ്റിലേക്ക്. അപ്പോൾ അവിടേക്കുള്ള ഈ യാത്രയിലാണ് ഞങ്ങൾ. ഇനി ഈ ഹെയർപിന്നുകളൊക്കെ ഇങ്ങനെ കയറി നമ്മൾ ചെന്നിട്ട് വീണ്ടും റിട്ടേൺ നമ്മൾ തിരിച്ച് വേറെ വഴിക്കാണ് വരുന്നത്. ഇത് 1 വേ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കണ്ടാ ഈ ഗുൽമാർഗ് സെൻട്രൽ പോയിൻ്റാണ് ഈ പൈൻ മരങ്ങളൊക്കെ നിൽക്കുന്ന സ്ഥലം. പക്ഷേ അതിൻ്റെ അപ്പുറത്ത് മഞ്ഞ് വീണെടുക്കുന്ന ഹിമാലയ പർവ്വതനിരകൾ കാണാം. പക്ഷേ അവിടേക്ക് നമുക്ക് പോകാനായിട്ട് കുതിരയൊക്കെ കൊണ്ടുപോകും. 10-25 കിലോമീറ്റർ കുതിരപ്പുറത്തേക്ക് പോകാം, അല്ലാണ്ട് വണ്ടി പോകില്ല അങ്ങോട്ടൊന്നും. അങ്ങനെ നമ്മൾ ഗുൽമാർഗിലെ പാർക്കിംഗ് ഏരിയയിലെത്തിയിട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നവംബറൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ മഞ്ഞ് വീണ് തുടങ്ങും. ഡിസംബറൊക്കെ ആകുമ്പോൾ ഇവിടെ ഫുൾ മഞ്ഞ് പുതച്ച് കിടക്കുന്നൊരു സ്ഥലം കേട്ടോ. അപ്പോൾ അവിടേക്കാണ് നമ്മളിവിടെ എത്തിക്കുന്നത്. ഞങ്ങൾ ഒക്ടോബറിൽ മഞ്ഞ് പ്രദേശം എത്തിച്ചിട്ട് വീണ്ടും കൊള്ളക്കാരെത്തിയിട്ടുണ്ട്. കാര്യം ഇവർ വളരെ ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ പെരുമാറുന്നെങ്കിൽ എല്ലായിടത്തും എന്നാലും പാർക്കിംഗ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചെറിയ ചെറിയ എമൗണ്ടുള്ള മേടിക്കണം. ഞാൻ പറഞ്ഞല്ലോ സിപ്റ്റ്യൂറ്റി ആയിട്ടാണ് ഇവർ നിൽക്കുന്നത് തന്നെ. അപ്പോൾ നമ്മളവിടെ ഇനി തർക്കിക്കാനോ പിടിക്കാനോ ഇനി ഇവർ സർക്കാരിൻ്റെ ആണോ അല്ലെങ്കിൽ ലോക്കൽ ആൾക്കാരാണോ അതോ ഇത് ഈ ടൂറിസ്റ്റ് സ്ഥലത്തെ ആ സ്ഥലം ലീസിനെടുത്തിട്ട് നടത്തുന്നൊരു സംഭവം ഒന്നും അറിയില്ല. അതായത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് നമുക്ക്. ആ രീതിയിലാണ് ഡെയിലി ചെയ്യുന്നത്. പിന്നെ ഇവരുടെ ഒരു ശല്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പുറകെ നിന്ന് മാറില്ല. നമ്മൾ വണ്ടി പാർക്കിനടുത്തേക്ക് വരും. ഇവർക്ക് കുതിരപ്പുറത്ത് യാത്ര ചെയ്യാനും മറ്റുള്ള ആക്ടിവിറ്റീസൊക്കെ നടത്താനൊക്കെ ആയിട്ട് ഇവർ നമ്മളിങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് അകലെ കാണുന്ന മഞ്ഞ് പതിച്ച മല പോലെ തന്നെ ഈ ഒക്ടോബർ മാസത്തിൽ ഇവിടെ മഞ്ഞ് നിറഞ്ഞേക്കാണെന്ന് വിചാരിച്ചിട്ടുണ്ടോ ഞാൻ ബൈക്ക് ഓടിച്ചോട് വന്നത്. ശരിക്കും നമ്മളിവിടെ വന്നത് ഇവിടുത്തെ മഞ്ഞ് വീണെടുക്കുന്ന ബർഫൊക്കെ കാണാണ്. ഗുൽമാർഗിൽ 12 മാസവും മഞ്ഞുണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് വന്നത്.
ഇവിടെ മഞ്ഞു അതെ അങ്ങനെയാണ് ഇതിൽ മറ്റേ നെറ്റിലൊക്കെ ഉള്ളത്. ഞാൻ ഇവിടെ പോയപ്പോൾ അങ്ങനെയാണല്ലോ നമ്മുടെ പേര് മണാലിയിലെ റോത്താം പാസ്. ഇപ്പോൾ റോത്താം പാസ് പോലത്തെ ഒരു സ്ഥലമാണ് എന്നാണ് ഇവരൊക്കെ പറഞ്ഞത്. എന്നാലല്ല എന്ന് മാത്രമല്ല മഞ്ഞ് പോയിട്ട് തേങ്ങയില്ല. कुछ नहीं है इधर. हमें से मनाली जाता है वो रोहतांग पास जाता है वो तो सुपर है सुपर. आप जब अगर बात बनाएगा ना ऊपर जाएगा किसमें पेपर ट्रीज खिलन मार्ग माउंटेन ऑफ द टॉप. यस ऐसा ही है ना. करेगा आपको ഒരു ചെറിയ ഊട്ടി അതാണ് ഗുൽമാർഗ്. पूरा हॉर्स राइड करेगा आगे मैदान में मजा आएगा बढ़िया. रील वगैरह सब बनेगा मस्त एडवेंचर और अलग ही देखने को मिलेगा. We are not adventure people, only riders. राइड हॉर्स राइड Horse नहीं, हम बाइक राइडर्स है ना. बाइक राइड है लेकिन हॉर्स राइड भी करो. हॉर्स राइड इज मस्ट राइड. बाइक राइड रोज ही रोज करता है ना. നമ്മളൊരു ശിവൻ്റെ അമ്പലമുണ്ട്. ഇതാണ് പാർക്കിംഗ് ഏരിയ. പാർക്കിംഗ് ഏരിയന്ന് ഇങ്ങനെ കുതിരകൾ പുല്ല് മേയുന്നത് കാണാം. ഇതൊക്കെയാണ് ഗുൽമാർഗിലുള്ളത്. गुलमर्ग पार्किंग एरिया में क्या देखेगा भैया. पार्किंग एरिया में देख रहे हैं आप बर्फ है तो बोलो बर्फ नहीं है ना. गुलमर्ग के लिए आपको पड़ेगा रुपया 6,000. बर्फ दिखाएगा टॉप पे लेके जाएगा. थोड़ा बर्फ है लेकिन दिखाएगा. ओके फिर बर्फ देखो शौक करो देखो. कौन सा मौसम में बर्फ आता है. बर्फ जनवरी में आता है. अगर आज देखेगा ना फिर जाना है उधर टॉप में. बात सुनो ओके वो टॉप है ना उधर जाना है टॉप में. ओके सेकंड फेज में जाना है. अगर देखना चाहता है थोड़ा ही है. बात सुनो बर्फ थोड़ा ही है भैया. अगर टुकड़ा कर रहा है अच्छा कर रहा है कुछ तो सेकंड लेवल में लेके जाएगा फिर डायरेक्टली आपको घोड़े से बोलो. എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ച ഒരു കാശ്മീർ നമുക്ക് കിട്ടിയില്ല എന്ന് തന്നെ പറയാം. ശരിക്കും നിരാശപ്പെടുത്തിയിരിക്കുകയാണ് ഇവിടെ ഭീകരമായിട്ട്. ഇത്രയും ഒരു മോശം സിറ്റുവേഷൻ നമ്മൾ പ്രതീക്ഷിച്ചതല്ല. നമ്മൾ വെറുതെ വണ്ടി ഓടിച്ച് പോലീസുകാർക്കും ഒരു 500 കൊടുത്തു. വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൽ ഇന്ത്യ എന്നില്ലാന്ന് ഒക്കെയോ പറഞ്ഞ് ഒരു 500 അവന്മാർ മേടിച്ചിട്ട് അതൊക്കെ പോയി ഇവിടെ ബർഫിൻ്റെ അടുത്തുനിന്ന് നമ്മുടെ ബൈക്ക് നിർത്തിയിട്ട് ഒരു ഫോട്ടോ എടുക്കാമെന്ന് വെച്ചിട്ട് ബർഫുമില്ല അവൻ്റെ തേങ്ങാക്കൊലയില്ല. ഇത്രയും വലിയ മൂഞ്ചൽ പിള്ളേർ പോണീമേക്ക് കയറി. മണാലിയിലുണ്ടത്. നമ്മളിപ്പോൾ ഗുൽമാർഗിലെ പാർക്കിംഗ് സ്റ്റേഷനിൽ വന്നേക്കാണ്. വളരെ പ്രതീക്ഷയോടുകൂടി ഗുൽമാർഗിൽ വന്നേ. വേറൊന്നുമല്ല ഇവിടെ ബർഫ് മിൽത്തേ ഹേ തോ അച്ഛാ ഹോത്താ ഹൈ. പക്ഷേ ബർഫില്ല ഒരു തേങ്ങയില്ല. മലയുടെ മുകളിൽ പോലും ബർഫില്ല. ഈ ഒക്ടോബറിലൊന്നും ഇവിടെ ഇല്ല എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിലൊക്കെ എത്രയോ വേദം മണാലിയിലൊക്കെ ഒന്നില്ലെങ്കിൽ റോത്താം പാസ് വരെ പോയി കഴിഞ്ഞാൽ നമുക്ക് 12 മാസവും മഞ്ഞ് കിട്ടും. ഇത് കാശ്മീരാണ്. അത്ര കാശ്മീർ പുച്ഛം തോന്നുന്നു കാശ്മീരിനോട്. പുച്ഛം ദേശീയ പതാക അവിടെ കാണുന്നത്. പക്ഷെ അത് പറക്കുന്നില്ല. നന്നായിട്ട് പറഞ്ഞെങ്കിൽ ഒരു വീഡിയോ എടുക്കായിരുന്നു. എന്തായാലും നമ്മുടെ ഗുൽമാർഗ് യാത്ര നമുക്കൊരു ഡിസപ്പോയിൻമെൻറ്റാണ് തന്നിരിക്കുന്നത്. കാലത്ത് തന്നെ താഴത്തിലേക്കുള്ള നമ്മുടെ ശിക്കാരവെള്ളം യാത്രയും നമ്മൾ മൂഞ്ചേക്കാണ്. അപ്പോൾ ശ്രീനഗർ നമ്മളെ വല്ലാതെ ഹടാതെ വിഷമിപ്പിച്ചു. സാധാരണ ഹടാതെ ആകർഷിക്കാറ് പതിവ്. പക്ഷേ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഹടാതെ വിഷമിപ്പിച്ചിരിക്കുകയാണ്. വൈകുന്നേരം നമുക്ക് അവിടെ ഒരു നല്ല റൈഡ് കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ട് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ സോനാമാർഗും ഇത് തന്നെയാണ് അവസ്ഥ എന്നാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ സോജില പോകണം. സോജില പോയാൽ പിന്നെ അത്രയും റിസ്ക് എടുക്കാമെങ്കിൽ പിന്നെ നമുക്ക് നേരെ ലഡാക്ക് പോകാമല്ലോ. ഗുൽമാർഗിൽ പാവനുണ്ട് കുതിരകളുണ്ട്. എനിക്ക് തന്നെ കണ്ടിട്ട് സങ്കടം തന്നെ. ചെറിയ തടാകമൊക്കെ ഉണ്ട്. തടാകക്കരയിൽ ഒരു ചെറിയൊരു കുടിൽ. മനോഹരമായ ദൃശ്യങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ പ്രതീക്ഷ ഇതൊന്നും അല്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഇവിടെ വേറൊരു വൈബാണ്. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച് വന്നൊരു സംഭവം ഉണ്ടല്ലോ. എൻ്റെ മനസ്സിൽ ശരിക്കും ഇവിടെ മഞ്ഞൊക്കെ വീണ് കിടന്ന് അവിടേക്ക് നമ്മൾ ബൈക്ക് ഓടിച്ച് നിർത്തി അതിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നൊരു സ്വപ്നമൊക്കെ കണ്ടിട്ടാണ് വന്നത്. അപ്പോൾ ആ ഒരു ആഗ്രഹം സാധിക്കാത്തതിൻ്റെ ഒരു വിഷമമാണ് ശരിക്ക്. സത്യത്തിൽ ഈ സ്ഥലം കാണാൻ ഭയങ്കര ഭംഗിയുണ്ട്, നല്ല രസമുണ്ട്. ഈ കാലാവസ്ഥയിൽ ഇത് വേറെ മൂടാണ്, വേറെ വൈബ് സ്ഥലമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു അസ്തമയ സമയത്ത് വരുമ്പോൾ വേറെ മൂടായിരിക്കും, നല്ല തണുപ്പും നല്ല ഇതൊക്കെ ആയിരിക്കും. പക്ഷെ നമുക്കിവിടെ ആ സമയത്ത് വന്നിട്ട് രാത്രി തിരിച്ചിറങ്ങിയപ്പോൾ ഒരു ചെറിയ റിസ്ക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ സമയം ചൂസ് ചെയ്തത്.
അപ്പോൾ ഞങ്ങൾ അവസാനം ഗതികെട്ട് ഒരു പോണിയുടെ പുറത്ത് കയറി നിന്ന് കുറച്ച് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തു. ഇച്ചിരി ഇടയ്ക്ക് നടത്തിയതിന് ശേഷം നമ്മൾ പരിപാടിയൊക്കെ അവസാനിപ്പിച്ച് ആ മലയിൽ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു കേട്ടോ. പക്ഷേ ഇത് അല്ലാതെ കുറച്ചങ്ങോട്ട് പോവുകയാണെങ്കിൽ ഭയങ്കര രസമുള്ളൊരു മല കേട്ടോ. ആളുകളൊക്കെ ഇങ്ങനെ അങ്ങ് അകലേക്ക് ഈ മഞ്ഞുള്ള സ്ഥലത്തേക്ക്, ഇതിൻ്റെ സെക്കൻഡ് ഫേസ് ഉണ്ട്, അവിടേക്ക് കുതിരയമ്മ പോകുന്ന ഒരുപാട് യാത്രികരുണ്ട്. ഞങ്ങൾ പിന്നെ അതിന് നിന്നില്ല, കാരണം അതൊരു ഡേ മുഴുക്കം അതിൻ്റെ പുറകെ പോകും. കാരണം ഇതുങ്ങളിങ്ങനെ കുണുങ്ങി അവിടെ എത്തുമ്പോഴേക്കും നമ്മുടെ ഊപ്പാട് വരുമല്ലോ. നമ്മൾ കണ്ടിട്ടുള്ള ഗുൽമാർഗ് മഞ്ഞ് നിറഞ്ഞിട്ട് ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വളരെ ഡ്രൈ ആയിട്ട് പുല്ലൊക്കെ ഉണങ്ങി, ചില സ്ഥലത്തൊക്കെ അല്പം ഗ്രീനറിയൊക്കെ ഉണ്ട്, നല്ല തത്തമ്മ പച്ച കളറിൽ പുല്ലൊക്കെ നിൽക്കുന്നുണ്ട്. അങ്ങ് ലോങ്ങിൽ നമുക്ക് ഹിമാലയ പർവ്വതങ്ങളൊക്കെ ഇങ്ങനെ മഞ്ഞണിഞ്ഞ് നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ കാണാം. യാ കേരള ആ അത് പൊളിച്ച് അങ്കമാലി തൃശ്ശൂർ പൊളി. എന്തോ പ്രശ്നമുണ്ട്, ആ കുതിരകൾ തമ്മിൽ എന്തോ പ്രശ്നമുണ്ട്. ഗുൽമാർഗ് വന്ന് ഞങ്ങൾ ഗുൽമാർഗിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകാനുള്ള പരിപാടി ഉണ്ടോ. നമ്മളിപ്പോൾ ഹർബാക്കോട്ട് വ്യൂ പോയിൻറ്റിലാണ്. നമ്മുടെ മച്ചാൻ അവിടെ എത്തിയിട്ട് നമ്മൾ വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടി പോയിട്ടോ. എന്താ അവിടെ സംഭവം നോക്കിയിട്ട് വരാം. ഇവിടുത്തെ മുഖ്യമന്ത്രി ഒരിക്കൽ പറഞ്ഞില്ലേ, നിങ്ങളൊരു ബുക്കുമായിട്ട് വരൂ കാശ്മീരിലേക്ക്, എന്നിട്ട് ഇവിടുത്തെ ശാന്തമായ താഴ്വരകളിലിരുന്ന് വായിച്ചാസ്വദിക്കുമെന്ന് പറഞ്ഞില്ലേ. അത് ശരിക്കും അന്വർത്ഥമാക്കുന്ന ഒരു ഏരിയ ഉണ്ടോ ഈ ഒരു താഴ്വര. ഇവിടുത്തെ ഒരു ശാന്തതയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര സ്വസ്ഥത നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒക്കെ കിട്ടുന്നൊരു ഭാഗം കേട്ടോ. ഇവിടെ കുറേ നേരം ഇരുന്നാൽ തന്നെ നമ്മുടെ മനസ്സിങ്ങനെ ശാന്തമാവും. അത്ര കൂളാക്കുന്ന ഒരു ഏരിയയാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പം നമുക്ക് ട്രാവലിങ്ങനെ വണ്ടി ഓടിച്ചിങ്ങനെ ഹറിബറി ആയിട്ട് പോകുന്നൊരു ഇതാണെങ്കിൽ പല ആളുകളും ഇവിടേക്ക് വന്ന് ഒരു ദിവസം 2 ദിവസമൊക്കെ സ്റ്റേ ചെയ്തിട്ട് ഒരു ഫുൾ ഡേ ഒക്കെ ഇവിടെ ഇങ്ങനെ ഫുൾ ചുമ്മാ ഇരിക്കണം. ചുമ്മാ വേറെ വൈബാണത്. നല്ല രസം വ്യൂ കേട്ടോ, നൈസായിട്ടുള്ള വ്യൂ. കുന്നു കയറി വന്നതിൻ്റെ ഒരു ക്ഷീണമുണ്ട്. വെറുതെ നടന്നോട്ടെ അവിടെ. ആ പിന്നെന്താ 10X 20X എന്നാ വേണേലും നമ്മൾ എടുത്തു തരുന്നതാണ്. നമ്മൾ അണ്ണൻ അവിടെ വിശ്രമിക്കാൻ കേട്ടോ. ഗുൽമാർഗ് വരെ കയറി വന്നിട്ടൊന്നും പുള്ളി നല്ല ജിൽന്ന് നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഇരിപ്പണ്ട അങ്ങനെ ഒരു സല്യൂട്ട് കൊമ്പൻ. ഒരു കശ്മീർ താഴ്വരയാണ് നമ്മൾ. കാശ്മീരല്ലേ ഇത്? അതെ, കാശ്മീരൊക്കെ ഹിമാലയത്തിൽപ്പെട്ടാണല്ലോടാ. മൂന്നാർ സഖ്യപർവ്വതത്തിൽപ്പെട്ടാണെന്ന് പറഞ്ഞ പോലെയാണ് കാശ്മീർ ഹിമാലയത്തിൽപ്പെട്ടാണെന്ന് പറയുന്നത്. അപ്പോൾ കാശ്മീർ താഴ്വരയിലാണ് നമ്മൾ, അതായത് ഹിമാലയത്തിൽപ്പെടുന്ന ഒരു സ്ഥലം. ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും താഴത്ത് അങ്ങ് ദൂരെ ഇവിടെ ആയിട്ടൊരു വീടോ ഒരു ചെറിയ റെസ്റ്റ് ഹൗസൊക്കെ കാണുന്നുണ്ട്. എല്ലാ രസമുണ്ട്. വലേസ് ഒരു തുള്ളി മഞ്ഞ് ഒരു സ്ഥലത്തുമില്ല കേട്ടോ. ഒക്ടോബർ 20-ാം തീയതിയിലത്തെ കാര്യമാണ് പറയണേ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ താഴ്വരയിൽ നിന്ന് കുറച്ചും കൂടി അങ്ങോട്ട് പോയി അടുത്ത 2 വാരി കഴിഞ്ഞാൽ തന്നെ POK ആയിട്ടോ LOC ഒക്കെയാണ് ആ അറ്റത്ത് കാണുന്ന വശങ്ങളൊക്കെ. അങ്ങനെ തന്നെ പോസ് ചെയ്തോ. പലവിധമായ പോസുകൾ. അങ്ങനെ കുറേ നേരം ഞങ്ങൾ ആ താഴ്വരയിൽ ചിലവഴിച്ചു കേട്ടോ. അത്രയ്ക്ക് ഗംഭീരമായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഗുൽമാർഗ് ഹൈറ്റിലേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം ഈ വ്യൂ പോയിൻ്റാണ്. ഇവിടെ ശരിക്കും പറഞ്ഞൊരു ഹണിമൂൺ പോയിൻ്റ് കൂടിയാണ്. ഫോട്ടോ സെറ്റപ്പും ഇവിടെ റീൽസൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് ആളുകൾ. അത് ഭയങ്കര രസമുള്ളൊരു ബിസിനസ്സാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മളവിടെ വന്നു കഴിഞ്ഞാൽ അവർ കമ്പോസ്റ്റായിട്ട് വെച്ചാൽ ഒരു മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ നമ്മുടെ കുറച്ച് ഷോട്ടുകൾ എടുത്തിട്ട് അവരൊരു റീൽസ് ഉണ്ടാക്കി തരും. 500 രൂപയാണ്. അത് പലരും ചെയ്യുന്നുണ്ട്, ഈ ഹണിമൂൺ കപ്പിൾസൊക്കെ അത് ചെയ്യുന്നുണ്ട്. കാരണം അവരിനി അത് എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ
വരുന്നു, അവർ ആ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യുന്നു, നമ്മളിവിടേക്ക് ഒന്ന് കറങ്ങി ആസ്വദിച്ച് തിരിച്ചു വരുമ്പോഴേക്കും റീൽസ് റെഡി. ആ 500 രൂപ തന്നെ അപ്പോൾ തന്നെ അവരത് നമുക്ക് വാട്സപ്പിലേക്ക് ഡോക്യുമെൻ്റ് ഫയലായിട്ട് അയച്ചു തരും. അങ്ങനത്തെ കുറേ സിസ്റ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ബിസിനസ് സാധ്യത കൂടി അങ്ങനെ. ഞാൻ ആ ഫീൽഡ് വൈസ് ആയതുകൊണ്ട് തന്നെ എനിക്കത് ഭയങ്കരമായിട്ട് ക്യാച്ച് ചെയ്തു. അവരുടെ ഒരു ഐഡിയ, ബിസിനസ് ഐഡിയ, ഒരു സ്റ്റാർട്ടപ്പ്, അത് കൊള്ളാം. ഈ സ്ഥലം ഗംഭീരം എന്ന് പറഞ്ഞാൽ ഗംഭീര സ്ഥലമാണ്. ഒരുപാട് സിനിമകളും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ്. നമ്മുടെ ആമിർ ഖാൻ്റെ ഫന പോലുള്ള സിനിമയിലൊക്കെ പാട്ട് സീൻ കാര്യങ്ങളൊക്കെ ഇത് സിനിമാക്കാരുടെ ഒരു പർദീസ് തന്നെയാണ് കേട്ടോ ഈ ഭാഗം. ഇത് ഇപ്പോൾ ഇത്രയും ഗ്രീനറി ഉള്ളൂ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ വിൻ്റർ കഴിഞ്ഞിട്ട് ഒരു സമ്മർ രസമുള്ള പൂക്കളാണ്. പൂക്കളും ആപ്പിൾ മരങ്ങളും ചെടികളും ഒക്കെ ആണല്ലോ. ആപ്പിൾ മരം കേട്ടോ, ആപ്പിളാണ് നിൽക്കുന്നത്. അല്ലാണ്ട് ഇരുന്നിട്ട് സംഭവമുള്ള ആപ്പിൾ തോട്ടമാണ്. only 20 rupees. रेड एप्पल है, अच्छा रेड एप्पल है। इसमें वॉलनट ट्री, वालनट ट्री, इसमें वालनट नहीं है। वॉलनट है किधर? ओह, वालनट उണ്ടെന്ന് പറയണേ. ഓക്കെ, वालनट ये ट्री में वो बनाते हैं. ഈ മരത്തിലുണ്ടാകുന്ന വാൾനട്ടാണ് ഇപ്പോൾ നമ്മൾ കണ്ട സുഹൃത്തുക്കളെ. അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ആപ്പിൾ മരവും കാണാൻ സാധിക്കും. എങ്ങനെയുണ്ട് ആപ്പിൾ? ഏറ്റവും സ്മോളസ്റ്റ് ആപ്പിളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആപ്പിളിൻ്റെ വലിപ്പം മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ബയ്യയുടെ കയ്യിലിരിക്കുന്ന ആപ്പിൾ കാണണം. കണ്ടോ, ഇത്രയും വലിപ്പമുള്ള ഈ മുതലിന്, ഈ മുതലുണ്ടാകുന്ന ചെടിയാണ് ഈ കാണുന്നത്, ആപ്പിൾ മരം. മരമൊക്കെ വലുതാട്ടോ, ഒരു വെട്ടിയെടുത്തേക്കാണ്. പക്ഷേ ഇതിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ഇപ്പം എൻ്റെ കയ്യിൽ പിടിക്കാനേ നോക്കി കേട്ടോ. ടേസ്റ്റ് नीचे वाला उधर से अच्छा है, हाँ ये खा सकते हो, खा सकता है. नाइस, अच्छा. പുള്ളിയുടെ പറിച്ച് തന്നു. പറിച്ചാൽ നടത്തണമെന്ന് പറയാൻ പാടില്ല, തിന്ന് ഞാൻ. അപ്പിളോട്ടോ അപ്പിളോട്ടോ, മരം നിറച്ചാപ്പിൾ. വാവ്, ഇതാണ് വാൾനട്ട്. വാൾനട്ടിൻ്റെ അകത്തുള്ള സാധനം കൂടി എനിക്ക് തന്നാണ് കേട്ടോ തിന്നാനായിട്ട്. അടിപൊളി സാധനം എന്ന് പറഞ്ഞാൽ പുള്ളി. സൂപ്പർ ടേസ്റ്റ് है, क्रंची एंड जूसी. क्रंची एंड जूसी, क्रंची एंड जूसी ആയിട്ടുള്ള ചോക്ലേറ്റ് ആപ്പിളാണ്. एक पकड़ते नहीं, एक कितना, 500 rupees, कितना 500, फाइन. पैसा को कितना मिले? पैसा को नहीं मिलते. एक डिस्प्ले ऑन द डिस्प्ले, ओनली डिस्प्ले. एक को कितना, हैं? एक को कितना पैसा नहीं मिलते? ഓക്കെ. ആ ആ ഇല്ലില്ല, എന്താണ് കുഴപ്പം? നീ എൻ്റെ ഉള്ളിൽ ഇരുന്നോ, ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. എൻ്റെ ഇടയിൽ ഫോട്ടോ എടുത്തേക്കാം. ഫോട്ടോ അതിൽ എടുക്കുന്നുണ്ട് കൂട്ടത്തിലേ. നോക്കിയോ, യു ക്യാൻ പോസ്. കുറേ അപ്പിളുണ്ടായിട്ട് അപ്പിളോട് നിറയാളല്ലോ. ആ അങ്ങനെ ഇല്ലേ, ആണതെ. നൈസ്. ഇതാണ് ചോക്ലേറ്റ് ആപ്പിൾ. പക്ഷെ അത് പറിക്കാൻ സമ്മതിക്കില്ല. ചോക്ലേറ്റ് ആപ്പിളോ? എന്നൊക്കെ പറഞ്ഞാൽ പറ്റിച്ചു. ചോക്ലേറ്റ് വെറുതെ ഇരിക്കും ചേട്ടാ, ഫുൾ നല്ലതാണ്. ആ പാട് ഇത്ര ഉള്ളൂ, നമ്മുടെ കുറച്ച് ഒരുപാടുണ്ട്. पियर टी, इसमें पियर नहीं है, पियर खत्म हो गया, सीजन नहीं. सीजन खत्म हो गया. അപ്പിളിങ്ങനെ കുടല കുത്തി കിടക്കട്ടാ, കുടല കുടല. ഇതാണ് കേട്ടോ ചിപ്പ് ഗാല എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ട ആപ്പിള് എന്നാണ് ബായ് നമ്മൾ പറയുന്നത്. ക്യാ डाइजेशन, ഡൈജഷൻ ഗുഡ് ഫോർ. ഓഹോ, ഡൈജഷന് വേണ്ടി പറ്റിയ ആപ്പിളാന്ന് പറയുന്നത്. ഇത് ഞങ്ങളുടെ കേരളത്തിൽ വരാറില്ലാവോ ഉണ്ടാവൂല. അപ്പോൾ ഡൈജഷന് പറ്റിയ ആപ്പിൾ. फुल्लू डिलीशियस, ക്യാ फुल्लू डिलीशियस, दिस वन ഫുൾ ഡിലീഷ്യസ്. എന്താണ് ഡിലീഷ്യസ് എന്ന് പറഞ്ഞ പുള്ളി? സാധനം കൊള്ളാം, നൈസാണ് നൈസാണ്, കൊള്ളാം, മൊത്തത്തിൽ കൊള്ളാം. ആ ഒരു കിലോ മേടിച്ചോണെങ്കിൽ നമുക്ക് റൂമിൽ തിന്നാം. ഇവിടെയൊക്കെ ഇതിൽ കൂടുതൽ ഒറിജിനാലിറ്റി പ്രതീക്ഷിക്കില്ലേ? ഓ ഇതില്ല, അതൊക്കെ നോക്കിയടാ, ഇതേ അങ്ങോട്ട് നോക്കിയേ. ഇനി കാണണം നല്ല ഇടയിൽ നിർത്താം. ആ തണുപ്പൊക്കെ പോയില്ലേ? കാലത്തുണ്ടായ കാലത്തുണ്ടായ തണുപ്പൊക്കെ പോയി. ഇതൊക്കെ ഊരി വയ്ക്കാൻ തോന്നും. വെറുതെ ഒരു കാര്യമില്ലാണ്ട് ഉള്ള കോട്ടും കോപ്പൊക്കെ എടുത്തിട്ട് ചൂട് എടുത്തിട്ട് വേണല്ലോ കാശ്മീരിൽ വന്നിട്ട്.
How much? हाफ के जी बस ये अच्छा वाला दे दो भैया रेड छोटा वाला रेड छोटा वाला हाँ छोटा वाला ज़्यादा मीठा है എന്താണ്ടൊക്കെ പറഞ്ഞു ഞങ്ങളെ പറ്റിച്ച്. अरे बत्तीस दे दो അങ്ങനെ നമ്മളിതേ ഒരു ആപ്പിൾ കഴിക്കാൻ വേണ്ടോ. ആപ്പിൾ മരത്തിൻ്റെ അവിടെ നിന്നിട്ട് നമ്മൾ ആപ്പിൾ കഴിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സാഫ് ചെയ്താൽ തോന്നുന്നു സാഫ് വേണോ एक नंबर आपका भरोसा अंदर लोग है. क्या क्या है वालनट बादाम ये सब इधर मिलता है. ये क्या है अंजीर वालनट बादाम वालनट है अंजीर मिलेगा 1000 रुपए की आपको कश्मीरी बादाम देखना है कश्मीरी बादाम ये कितना. ये डिफरेंट रेट्स का रहता है इसमें एक नॉर्मल आता है 1000 रुपए क्रैनबेरी ब्लूबेरी ब्लैकबेरी ओके ये यूरिन इन्फेक्शन के लिए सबसे अच्छा रहता है ओके ओके ये लिवर्स के लिए अच्छा माना जाता है और ये आई साइट के लिए अच्छा माना जाता है स्किन के लिए अच्छा ओके 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 है ना हाँ तो कितना ला കിലോയ്ക്ക് 100 രൂപ കേട്ടോ. നല്ല രസമുണ്ട് അടിപൊളി സാധനം. നമ്മൾ എന്താ പയം എന്ന് പറഞ്ഞൊരു കശ്മീരി റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വന്നേക്കണ്ട. നല്ല നൈസ് സ്ഥലമാണ്. ബിരിയാണിയും കാര്യങ്ങളും എല്ലാ സ്ഥലവും ഫുഡ് കലകനായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. വെയിറ്റേഴ്സ് വരെ കശ്മീരി സുന്ദരിമാരാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ശിക്കാര വെള്ളം തുഴയുന്ന ദാൽ തടാകവും ദാൽ തടാകത്തിന് തീരത്തുള്ള മുഗൾ ഗാർഡനും ഒക്കെ കാണാം.